ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു സാധാരണ ദിവസമാണ് കാണിക്കുന്നത്. രാവിലെ ഒരു ചായ കുടിയിൽ തുടങ്ങി രാത്രി വരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കാണാട്ടോ. വേഗം വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ എണീറ്റ് വന്ന പാടെ തന്നെ ഞാൻ ചായ ഒക്കെ വെച്ച് ആ ചായ ഇങ്ങനെ നല്ല കുത്തിരുന്ന് ആസ്വദിച്ച് തന്നെ കുടിക്കൂട്ടോ. അതാണ് ആദ്യം ചെയ്യാം. പിന്നെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് അതിൽ കരിയിട്ട് ഊറ്റാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായടി കഴിഞ്ഞു പോയൊക്കെ വന്നാൽ ഗ്യാസില് ഇതും ചായക്കുള്ള വെള്ളം വെക്കും, ഒരു ഇതില് ചോറിനുള്ള വെള്ളം വെക്കാട്ട് ചെയ്യാം. കാരണം മോൾക്ക് അംഗൻവാടിക്ക് പോകുന്നതിന് മുമ്പ് എന്നും കഞ്ഞിയാണ് കുടിക്കുള്ളൂ. അപ്പൊ പിന്നെ ആദ്യം തന്നെ അതട് ചെയ്ത് തീർത്തച്ചാല് അത് അവിടെ ആയിക്കോളുമല്ലോ. പിന്നെ അത് കഴിഞ്ഞാണ്ട് മുറ്റം അടിക്കാന്ന്, രാവിലത്തെ എക്സസൈസ് ആണല്ലോ ഈ മുറ്റം അടിക്കാന്ന് പറയണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ ചായ ഒക്കെ കുടിച്ചപ്പോ വിചാരിച്ചു മഴയൊക്കെ ഇക്കാരം അങ്ങനത്തെ ഒരു മൂടിക്കൊണ്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല, അതുകൊണ്ട് മുറ്റം അടിക്കലൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അകത്തേക്ക് വന്ന് നോക്കുമ്പോ ഉണ്ടാവുമല്ലോ അടുത്ത ജോലികള്, അകം വടിക്കല്, തുടക്കല്, അങ്ങനത്തെ കുറെ പരിപാടിയാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് നിന്നു. കാരണം മോള് അംഗൻവാടിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ കഴിച്ചാ പിന്നെ വന്നിട്ട് അതിന് നിൽക്കണ്ടല്ലോ എഴുതിയിട്ട് അങ്ങനത്തെ പണികളൊക്കെ പിന്നെ ചെയ്തേക്കാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ വാഷ് ബേസിന്റെ വാഷ് ബേസും കൈകാലോ വിചാരിച്ചു കാണ്ടേ വാഷ് ബേസും കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കന്നെ സമയം ഏകദേശം 8 മണി ആ ഒരു സമയമൊക്കെ ആവാറായിട്ടുണ്ട്. ഞാൻ പിന്നെ അധിക ദിവസങ്ങളിൽ ഞാൻ ചെയ്യൽ എന്താ വെച്ചാൽ കുട്ടീനെ അംഗൻവാടി പോകുന്നതിന് മുമ്പ് തന്നെ ചോറും കൂട്ടാനും ഒക്കെ ആക്കൂട്ടോ. പക്ഷെ ഇന്നത്തെ ദിവസം അങ്ങനെയൊന്നും കയ്യൊന്നും തോന്നുന്നില്ല. കാരണം ഇപ്പൊ തന്നെ സമയം 8 മണിക്കണു. ഓളെ ഒരു 9:45 സമയമൊക്കെ ആവുമ്പോ കൊണ്ടാക്കണം കേട്ടോ. അപ്പൊ പിന്നെ കയ്യുന്നിടത്തോളം കഴിക്കട്ടെ എഴുതിയിട്ട് അങ്ങനെ നോക്കാണ്. പിന്നെ ആദ്യം മേലെ തുടക്കട്ടെ എഴുതിയിട്ട് മൊഫൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ പിന്നെ മേലെ ഒന്ന് വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടി കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് വെച്ചതിന് ശേഷം റൂമൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് പോവാട്ടാ. റൂമൊക്കെ ഒന്ന് എല്ലായിടത്തും തുടക്കണമൊന്നും കാണിക്കണില്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നു. കാരണം സമയം ഒരുപാട് വൈകിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. ഇനി ഒരു 9 മണി ആവുമ്പോഴേക്ക് മോളെ വിളിച്ച് ഉണർത്തി ഓളെ ഫ്രഷ് ആക്കി കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുക്കുമ്പോഴേക്ക് സമയം 10 മണിയാവാനാവൂട്ടാ. 9 മണിക്ക് ശേഷം പിന്നെ എനിക്കൊരു പണിക്ക് ഒഴിവുണ്ടാവില്ല. പിന്നെ ഓളെ വെയ്യാലെ നടക്കണം ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അങ്ങനെ തുടക്കലൊക്കെ ഏകദേശം കയ്യാറായിട്ടുണ്ട്. തുടക്കലൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചായ തരാൻ വേണ്ടി പറഞ്ഞത്. ഇക്കാക്കും പോവാനുള്ള സമയമൊക്കെ ഏകദേശം ആയി തുടങ്ങി. അങ്ങനെ ചായ കുടിച്ച് ഓര് പോകുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഓര് പോയതിന്റെ ശേഷം പിന്നെ ഞാൻ മോളെ വിളിച്ചോണ്ടാനുള്ള സമയമൊക്കെ ആയി. മോളെ ഫ്രഷ് ആക്കി ചായയൊക്കെ കൊടുത്ത് പിന്നെ അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. ഇന്ന് അംഗൻവാടിക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓളെ താത്താരും പിന്നെ ഓളെ ഫ്രണ്ട് ടുട്ടുവർ കാക്കാന്റെ മോനാട്ടോ, ഓനൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടാക്കാൻ പോകാൻ. അതുകൊണ്ട് ഓക്ക് ഭയങ്കര സന്തോഷമായിക്കണോട്ടെന്ന്. അപ്പൊ പിന്നെ ഓളെ കൊണ്ടാക്കി വന്നതിന്റെ ശേഷമല്ലോ ബാക്കി. ഞാൻ പിന്നെ അംഗൻവാടിക്ക് പോകുമ്പോ തന്നെ എന്റെ കൂലിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അതിനിപ്പോ എത്ര പണി കഴിഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ കൂലിയോടെ കഴിച്ചു. പിന്നെ ഒന്ന് മേലെ ഗിയാലും വണ്ടിയില്ല വിചാരിച്ചിട്ട് അത് പിന്നെ അംഗൻവാടിയിൽ പോയി വന്നതിന്റെ ശേഷം ഡ്രസ്സൊക്കെ തലേ ദിവസം തിരുമ്പിട്ടതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടുപോയി മടക്കി വെച്ചതിന് ശേഷം ഇന്നൊക്കെ ഇടാനുള്ള വാഷിംഗ് മെഷീനിൽ തിരുമ്പാനുള്ള ഡ്രസ്സുകളൊക്കെ തിരുമ്പാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ അത് എടുത്തുകാണ്ട് തോരയിടലും കൂടി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കഴിഞ്ഞോളും. പിന്നെ അപ്പൊ തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ തോരയിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മറക്കലുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാന്ന് പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ വാഷിംഗ് മെഷീനിൽ രാവിലെ ഡ്രസ്സ് ഇട്ടാലും ചിലപ്പെങ്കിൽ അത് തോരയിടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രി ഓർമ്മ ഉണ്ടാവുമ്പോഴൊക്കെ ആയിട്ടാ തോരയിടുള്ളൂ. ഇന്ന് പിന്നെ ഇങ്ങനെ ഓൾക്ക് കൊണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കണല്ലോ. ഇങ്ങനത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എഡിറ്റിങ്ങിന് കുത്തിരിക്കാൻ എഴുതിയിട്ട് ഞാൻ പിന്നെ ഇത് വേഗം തന്നെ തോരയിടലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ടല്ലോ. കുക്കിങ്ങും കാര്യങ്ങളൊന്നും കഴിയാത്തത് കൊണ്ട് പിന്നെ അതും തീർക്കണല്ലോ. ഇന്നാണെങ്കില് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ബത്തലാണ് കേട്ടോ. ബത്തല് എന്ന് പറയുമ്പോ ഏകദേശം ചെറുതല്ല, എന്നാലും കുഴപ്പമില്ല, അത്ര വലുപ്പമുള്ളതാണ്. പക്ഷെ എനിക്ക് സാധാരണ ഏത് മീനാണെങ്കിലും മുറിക്കണമെങ്കിൽ ഒരുപാട് സമയമാണ് കേട്ടോ. അങ്ങനെ പിന്നെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞ് അത് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാല കൂട്ടി വെച്ചാൽ പിന്നെ നമ്മള് ഫുഡ് കഴിക്കുന്നതിന്റെ കുറച്ചു നേരം മുമ്പ് പൊരിച്ചാൽ മതിയല്ലോ. എന്നാ പിന്നെ നല്ല ചൂട് കൊടുക്കനോ കഴിക്കും ചെയ്യാം വിചാരിച്ചിട്ട്. പിന്നെ ഇല താളിക്കാനോട്ടോ ഉച്ചക്കുള്ളത്. മത്തന്റെ
ഇലയാണ് താളിക്കാനുള്ളത്. അപ്പൊ പിന്നെ അത് അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചുകാണ്ട് മീൻ മുറിക്കലും അത് മസാല പൊറ്റി വെക്കലാണല്ലോ ഭയങ്കര പണി. അപ്പൊ അതോട് കഴിച്ചെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റാക്കൊക്കെ തോത്തിയിട്ട് അവിടെ നിലൊക്കെ ഒന്ന് അടിച്ചേരിടുന്നുണ്ട് കേട്ടോ. തുടക്കലൊക്കെ പിന്നെ രാവിലെ തന്നെ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ രാത്രി മോക്ക്. മോളുടെ ബർത്ത്ഡേന്റെ നോക്ക് വാങ്ങിച്ചതാണ്. ഇതുവരെ അത് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടാ. ഇന്ന് രാത്രിയാണ് ഇപ്പൊ മോൾക്ക് അത് കൊടുക്കണത് കേട്ടാ. അതുവരെ ഓർമ്മയില്ലായിരുന്നു. അപ്പൊ ഇതൊന്നും ഇങ്ങനെ ഇതിൽ ഷൂട്ട് ചെയ്ത് തന്നെ ഉള്ളൂ. അപ്പൊ ഒരു ചോദിക്കുന്നുണ്ട് ബർത്ത്ഡേന്റെ അന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോഴും കൊടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. പിന്നെ മോളും പപ്പയും ഓളെ കളിക്കണ ആള് എന്ന് പറയുന്നത് പപ്പ ഇല്ലെങ്കിൽ ഞാനിട്ടാ. പപ്പ ഉണ്ടെങ്കിൽ പിന്നെ പപ്പനെ തന്നെ പറ്റുള്ളൂ കളിക്കാന്. അങ്ങനെ ഓൾക്ക് ആ കളിപ്പാട്ട് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇങ്ങനെ അതിനെ പറ്റി ഇങ്ങനെ പറയുന്നത് എന്നാ വാങ്ങിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഓള് ചോദിക്കുന്നു. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് ഓക്ക് കൊടുത്ത ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് അത് ഓക്ക് വേണ്ടിയിട്ടല്ലേ, ഇങ്ങനത്തെ ഓക്ക് ഇഷ്ടം. അങ്ങനെ പിന്നെ അതൊക്കെ കൊടുത്തല് കഴിഞ്ഞതിന് ശേഷം രാത്രിയായപ്പോ നാത്തൂന്റെ മോളും കാക്കാന്റെ മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ പിന്നെ ഓല് രണ്ടാളും കൂടി ഫ്രിഡ്ജിൽ വല്ലതും ഉണ്ടാന്നൊക്കെ നോക്കട്ടെ എന്ന് പോയതായിരുന്നു. പക്ഷെ പിന്നെ ഐസ്ക്രീം ഒക്കെ തിന്നുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ നല്ല മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ ഓല് രണ്ടാളും കൂടി വേറെ കാക്കാന്റെ വീട്ടിക്ക് പോവാണ് കേട്ടോ. മയത്ത് പോണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും മയത്ത് തന്നെ പോയതാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.